വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. മുന്നണികളുടെ പ്രതീക്ഷകളെ വാനോളം വളർത്തുകയും പാതാളത്തോളം താഴ്ത്തുകയും ചെയ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നടക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൂടി ആവർത്തിച്ചാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരണത്തിൽ ഇല്ലാതാകുന്ന അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്ത് പരിശോധിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള സാഹചര്യം. അതേസമയം ചരിത്രത്തിലാദ്യമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്ന ബി.ജെ.പി. പല മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച നിലയിലും യു.ഡി.എഫിൻ്റെയും ബി.ജെ.പിയുടെയും പ്രതീക്ഷകളെ വാനോളം ഉയർത്തുകയും എൽ.ഡി.എഫിൻ്റെ പ്രതീക്ഷകളെ പാതാളത്തോളം താഴ്ത്തുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതേപോലെ ആവർത്തിക്കുമോ? അങ്ങനെയല്ല എന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണിച്ചു തന്നതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം തകർന്ന എൽ.ഡി.എഫ് പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ നേടുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വച്ച് അതിന് പിന്നാലെ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും ചില കാര്യങ്ങൾ കാണാതെ വയ്യ, പ്രത്യേകിച്ചും ബി.ജെ.പിയുടെ മുന്നേറ്റം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അവ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വലിയ മുന്നേറ്റമാണ് ബി.ജെ.പി കാഴ്ചവച്ചിരിക്കുന്നത്. നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഒന്നാമതെത്തി എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഒന്നാമതെത്തിയത്. മാത്രമല്ല 9 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ബി.ജെ.പിക്ക് നൽകുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി 1ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1ാം സ്ഥാനത്തെത്തുകയും 3 മണ്ഡലങ്ങളിൽ ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എൽ.ഡി.എഫിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഒരേ ഒരു മണ്ഡലത്തിൽ, പാറശാല മണ്ഡലത്തിൽ മാത്രമാണ് എൽ.ഡി.എഫിന് മുന്നേറാൻ കഴിഞ്ഞത്. അതും 1ാം സ്ഥാനത്തല്ല, അവിടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ കണക്കുകളും എടുത്ത് പരിശോധിച്ചാൽ എൽ.ഡി.എഫിന് നിരാശപ്പെടുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ബി.ജെ.പിക്ക് യു.ഡി.എഫിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യാം. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ്. ബി.ജെ.പി മുന്നണിയിലേക്ക് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി എത്തുന്നു. എൽ.ഡി.എഫും യു.ഡി.എഫും കാലങ്ങളായി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അതായത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് ക്രൈസ്തവ സംഘടനയായ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസ രംഗത്തിറങ്ങുകയാണ്. കേരളം കേന്ദ്രമാക്കി വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാൻ കാസ തയ്യാറായി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും മറ്റിടങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുമാണ് നീക്കമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. എന്നാൽ ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടി മാത്രമല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 5ഓളം ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന നീക്കമാണ്. വളരെ വലിയ പദ്ധതികളാണ് കാസ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കാസ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാസയുടെ വലതുപക്ഷ പാർട്ടിയിൽ പക്ഷെ മറ്റു മതക്കാർക്ക് ഇടം കാണില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കാസയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ യുവതീ-യുവാക്കളെയാണ്. ഇക്കാര്യം കാസ സംസ്ഥാന പ്രസിഡന്റ് കെവിൻ പീറ്റർ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാസ വലതുപക്ഷ പാർട്ടി രൂപീകരിക്കുകയും തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന ജോലി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ യുവതീ-യുവാക്കളെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനായി അവരെ കണ്ടെത്തുകയും പ്രേരിപ്പിക്കുകയും മത്സര രംഗത്തിറങ്ങാൻ തയ്യാറായവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുമെന്നും കെവിൻ പീറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പൂർണ്ണ വലതുപക്ഷ പാർട്ടി രൂപീകരിച്ച് കാസ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും കെവിൻ പീറ്റർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാസ വലതുപക്ഷ പാർട്ടി രൂപീകരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അതിനായി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മാത്രം കണ്ടെത്തുന്നു. അതുമാത്രമാണോ? അല്ല. കാസയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്ത ഇടങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്നും കെവിൻ പീറ്റർ അറിയിച്ചു.
രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൻ്റെ പാഠങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട്. കാസയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതായും 120 നിയോജക മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചതായും കാസ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അതായത് കാസ മത്സരിക്കാത്ത ഇടങ്ങളിൽ അവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കും എന്നാണല്ലോ പറഞ്ഞത്. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ കാസ ആരംഭിച്ചിരിക്കുന്നത്. കാസയുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഖ്യകക്ഷിയായി നിന്ന് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കാസ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെയാണ് കാസയുടെ തന്ത്രപ്രധാനമായ നീക്കം നടക്കുന്നത്. അതായത് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് കേരളത്തിൽ ചിലപ്പോൾ ഗുണം ചെയ്യില്ല എന്ന് കാസയ്ക്കും BJPക്കും നന്നായി അറിയാം. ഞാൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസയുടെ പദ്ധതി മറ്റൊന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസ സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്നാണ് സൂചനകൾ. പകരം BJPയുടെ പേരിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളെ കാസ പിന്തുണയ്ക്കും. എല്ലാ BJP സ്ഥാനാർത്ഥികളെയും കാസ പിന്തുണയ്ക്കും എങ്കിലും ഈ 2 സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകി അവർക്ക് വേണ്ടി മത്സരരംഗത്ത് പ്രചരണം നടത്താനാണ് കാസ തീരുമാനിച്ചിരിക്കുന്നത്. കാസ പിന്തുണയ്ക്കുന്ന 2 സ്ഥാനാർത്ഥികളും ക്രൈസ്തവർ തന്നെയായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ഥാനാർത്ഥികൾ ക്രൈസ്തവരായത് കൊണ്ട് മാത്രമാണ് കാസ അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് എന്നുള്ള കാര്യവും ഉറപ്പാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസ 2 സ്ഥാനാർത്ഥികൾക്ക് പരിഗണന നൽകി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്ന കാര്യം പറഞ്ഞല്ലോ. മുൻ മുഖ്യമന്ത്രിയുടെ മകനും ഇടക്കാലത്ത് പാർട്ടിയെയും പിതാവിനെയും ചതിച്ച് BJPയിലേക്ക് ചേക്കേറിയ വ്യക്തിയുമായ അനിൽ ആന്റണിയാണ് അതിലൊരാൾ. മറ്റൊരാൾ ഒരു മുന്നണിയിലും സ്ഥാനമില്ലാതെ ഒടുവിൽ ഗതികെട്ട് BJPയിൽ അംഗത്വമെടുത്ത PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും. ഈ 2 പേരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇതിൽ അനിൽ ആന്റണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ 2019 വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ അനിൽ ആന്റണി മത്സരിച്ച സ്ഥലത്ത് മാത്രം BJPക്ക് വോട്ട് കുറയുകയായിരുന്നു. എന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനിൽ ആന്റണി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല കാസ അനിൽ ആന്റണിക്ക് നേരിട്ട് പിന്തുണ നൽകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അനിൽ ആന്റണിയും BJP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിലും കാസയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായി തന്നെ കാസ അനിൽ ആന്റണിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചാൽ കാസയുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ഷോൺ ജോർജും. കാസ പരിപൂർണ പിന്തുണ നൽകി ഷോൺ ജോർജിനെ BJP സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. PC ജോർജിന് യാഥാസ്ഥിതിക ക്രൈസ്തവരുടെ ഇടയിലുള്ള പിന്തുണ ഷോൺ ജോർജിന് വോട്ടായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. അനിൽ ആന്റണി മത്സരിക്കുന്നത് പോലെ മറ്റൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ നിന്നും ഷോൺ ജോർജ് മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ കാസ പ്രതീക്ഷിക്കുന്നു. വർഗീയപരമായ പരാമർശങ്ങളിലൂടെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാസ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങി പ്രചരണം നടത്തിയാൽ അത് തിരിച്ചടിക്കുമെന്ന ആശങ്ക ചില BJP നേതാക്കൾക്കുണ്ട്. എന്നാൽ ക്രൈസ്തവ മേഖലകളിൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ കാസയ്ക്കുണ്ടെന്നാണ് BJPയിലെ ക്രൈസ്തവ വിഭാഗം കരുതുന്നത്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കാസയുടെ നിലപാടുകൾ നിഷ്പക്ഷ ക്രൈസ്തവ വോട്ടുകളെ BJPക്ക് അനുകൂലമാക്കുമെന്നും കരുതപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസയ്ക്ക് ചില മണ്ഡലങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. അനിൽ ആന്റണിക്കും ഷോൺ ജോർജിനും ക്രൈസ്തവർക്കിടയിലുള്ള സ്വാധീനവും കാസയുടെ പ്രചരണവും കൂടി എത്തുന്നതോടെ അവരുടെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തുമെന്നും BJP കരുതുന്നുണ്ട്. എന്തായാലും കാസ കൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതോടെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൂഞ്ഞാർ മേഖലയിൽ മുസ്ലിം സമുദായത്തോട് PC ജോർജ് അടുത്തു നിന്ന സമയത്ത് സ്വതന്ത്രനായി നിന്നപ്പോൾ പോലും അദ്ദേഹത്തെ വിജയം തേടിയെത്തിയിട്ടുണ്ട്. എന്നാൽ മുസ്ലിം സമുദായവുമായി PC ജോർജ് തെറ്റിത്തുടങ്ങിയ സമയത്തിനു ശേഷം പിന്നെ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നിലം തൊടാൻ പറ്റിയിട്ടില്ല. പൂഞ്ഞാർ മണ്ഡലത്തിൽ തന്നെ തകർത്തെറിഞ്ഞ ഈരാറ്റുപേട്ട മേഖലയോട് PC ജോർജിന് ചെറുതല്ലാത്ത രീതിയിൽ തന്നെ അമർഷമുണ്ട്. മുൻപ് മുസ്ലിം സമുദായത്തിന് അനുകൂലമായി നിന്നപ്പോൾ തനിക്ക് വോട്ട് തരാതെ മാറി നിന്ന യാഥാസ്ഥിതിക ക്രൈസ്തവ സമൂഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ തനിക്കും മകനും അനുകൂലമാകുമെന്നാണ് PC ജോർജ് കരുതുന്നത്. കാസ കൂടി രംഗത്തിറങ്ങുന്നതോടെ 2016 പോലെ പൂഞ്ഞാറിൽ
ഇത്തവണയും മാറ്റമുണ്ടാകുമെന്നും PC ജോർജും ഷോൺ ജോർജും കരുതുന്നുണ്ട്. എന്തായാലും കാസയുടെ വരവ് BJPക്ക് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ എന്നുള്ളത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വ്യക്തമാകും.